ചെറിയ കുട്ടികളെ നമ്മൾ പറയുന്ന കാര്യം കേൾക്കണമെങ്കിൽ ആദ്യം അവരുടെ അറ്റൻഷൻ നമ്മളിലേക്ക് ആക്കണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു 4 സ്റ്റെപ്പ് ബാക്കിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഹായ് ദയർ, ദിസ് ഈസ് ഡോക്ടർ ആര്യദേവി. രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മൾ കുഞ്ഞുങ്ങളോടൊരു കാര്യം ചെയ്യാനായിട്ട് പറയുമ്പോൾ അവരുടെ ഏജിനനുസരിച്ച് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ക്ലിയർ ആയിട്ടും സിമ്പിളായിട്ടും പറയാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ 2 പേര് സംസാരിക്കുന്ന പോലെ, മുതിർന്ന 2 പേര് സംസാരിക്കുന്ന പോലെ ഒറ്റ സ്ട്രെച്ചിനൊരു ലിസ്റ്റൊക്കെ പറയുവാണെങ്കിൽ അവർക്കത് ഓർത്ത് വെക്കാനും അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം അടുത്ത കാര്യത്തിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കാം. മൂന്നാമത്തെ കാര്യം നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അതായത് കുഞ്ഞുങ്ങളോട് നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് പറയുമ്പോൾ അവർ അതൊന്ന് ആലോചിച്ച് ഒരു കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും അത് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ചിന്തിക്കാനും അത് പ്രോസസ്സ് ചെയ്യാനൊക്കെ ആയിട്ട് അവരുടെ ബ്രെയിനിന് കുറച്ച് സമയം വേണം. ആ ഒരു സമയത്ത് നമ്മൾ ധൃതി വെക്കാനായിട്ട് പാടില്ല. നാലാമത്തെ സ്റ്റെപ്പ്, കുഞ്ഞുങ്ങൾക്ക് എല്ലാ കാര്യവും തനിയെ ചെയ്യാൻ പറ്റിയെന്നൊന്നും ഇരിക്കില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊന്ന് ഇടപെട്ട് ചെറിയ ഹെൽപ്പൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുക. അഞ്ചാമത്തെ സ്റ്റെപ്പ്, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്ന ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യം ആയിക്കോട്ടെ, അത് ചെയ്തു കഴിയുമ്പോൾ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മറക്കാനായിട്ട് പാടില്ല. ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനറലൈസ്ഡ് ആയിട്ട് വെൽ ഡൺ അല്ലെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്നതിന് പകരം അവരെന്താണോ ചെയ്തത് അത് എടുത്ത് പറഞ്ഞ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ജെനുവിനായിട്ട് ഫീൽ ചെയ്യാനും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള അറ്റൻഷൻ എനിക്ക് ലഭിക്കും എന്നുള്ള ഫീലിംഗ് കുട്ടിക്ക് ഉണ്ടാവാനായിട്ടും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും.